Watch full episodes on Jio Hotstar. ഏലിയൻ റേസ് ജയിച്ചിട്ടല്ലാതെ അഭിമന്യുവിനെ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വിടുകയേയില്ല. എല്ലാവർക്കും മനസ്സിലായോ? തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ഓവർ ആൻഡ് ഔട്ട്. മമ്മി തന്നെയല്ലേ പറഞ്ഞത് സുപ്രീമോടെ കോൾ അറ്റൻഡ് ചെയ്യണോന്ന്. എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാര്യം എന്താന്ന് പറ. സുപ്രീമോ അഭിമന്യുകുമാറിനെ കണ്ടു. അദ്ദേഹത്തിന് തോന്നി ഏലിയൻ അഭിമന്യുവാണെന്ന്. നമ്മുടെ അഭിമന്യുവാണെന്ന് കരുതി അവനെ ഏലിയൻ റേസിൽ പങ്കെടുപ്പിക്കുക. ഹ്യൂമൻ അഭിമന്യുവിന് ഏലിയൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. ഏലിയൻ അഭിമന്യുവിന് ഹ്യൂമൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പ്രോബ്ലം ആയിരിക്കും. ഒന്ന് നിർത്ത്. സത്യമായിട്ടും വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുക. നമ്മളെല്ലാം പിടിക്കപ്പെടും. റിലാക്സ്, ഒന്നും സംഭവിക്കില്ല. അഭിമന്യു ഇവിടെ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കാനാ? എല്ലാ പ്രോബ്ലവും ഞാൻ തന്നെ സോൾവ് ചെയ്യുന്നേ. പക്ഷേ നീ എന്താ ചെയ്യാൻ പോകുന്ന അഭിമന്യു? ആദ്യം സ്പേസിൽ പോവും. എന്നിട്ട് അഭിമന്യു കുമാറിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. നോക്കട്ടെ എന്നെ ആരാ തടയാൻ വരുന്നതെന്ന്. അഭിമന്യു ഓ വന്നല്ലോ തടയാനായിട്ട്. അഭിമന്യു എന്തെടുക്ക എവിടെ? പ്രിൻസിപ്പൽ മണി അവിടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എടാ, ഫോൺ എടുക്കാത്തോണ്ട് നേരത്തെ തന്നെ നിനക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാ. എന്നിട്ട് നീ മണി പറഞ്ഞത് മാറ്റർ ഈസ് നോട്ട് ഫണി. എന്റെ കൂടെ മര്യാദയ്ക്ക് വന്നോ. സോപ്പ് ബോക്സിൽ കിടന്ന് തന്നേണ്ടതാ, അല്ല റൈസ് ചെയ്യേണ്ടതാ. ബാക്കി കാര്യങ്ങൾ നീ നോക്കിക്കോണം. ഞാനിത് എവിടെയാ? ഇത് ഏത് സിറ്റിയിലാണ് ഞാൻ വന്നത്? ഇതെന്താ, ഞാൻ സ്പേസിലോ? വേഗം ഇവിടുന്ന് പോയേ പറ്റൂ. ഞാൻ ഭൂമിയിലേക്ക് എങ്ങനെ പോകും? അഭിമന്യു, നീ എഴുന്നേറ്റോ. ഞാൻ നിന്നെ ഒരു ഇമ്പോർട്ടന്റ് മിഷന് വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ വെച്ച് ഏതെങ്കിലും ഏലിയൻ എക്സ്പെരിമെന്റ് ചെയ്യാനാകും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഏതെങ്കിലും ഏലിയൻ സ്പീസീസ് ഫൈറ്റർ ആവാനായിരിക്കും. ഓ, നീ എങ്ങോട്ടായി പോകുന്നത്? ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു സ്പേസും ഇല്ലല്ലോ. എന്ത് ചെയ്യും? ഗോചാലങ്ങളുടെ ഫ്രീസിംഗ് ഗൺ ഇത് കൊണ്ടിരിക്കെ രക്ഷപ്പെടാം. വേണ്ട, ഏലിയൻ ഫ്രീസ് ആയല്ലോ. ഫൈനലി ഈ ഗൺ വർക്ക് ചെയ്തു. ഓ, അതാണ് എർത്ത്. എനിക്ക് എങ്ങനെങ്കിലും ഈ സ്പേസ്ഷിപ്പിന്റെ എർത്തിങ്, ഐ മീൻ ലാൻഡിങ് ചെയ്യണം. ഈ സ്പേസ്ഷിപ്പിനെ എങ്ങനെ എർത്തിലേക്ക് കൊണ്ടുപോയി ലാൻഡ് ചെയ്യും? ഈ ബട്ടൺ നെക്കിയാൽ എന്താ സംഭവിക്കാൻ പോണേന്നറിയാം. എന്താ ഈ സംഭവിക്കുന്നത്? വോ, ഇത് ഓടുന്നുണ്ട്. ഇത് വീഡിയോ ഗെയിം കളിക്കുന്ന പോലാണ്. ഈ ഗെയിം ഫെയിൽ ആവാതിരുന്നാ മതിയായിരുന്നു. കൊള്ളാം അഭിമന്യു. ഈ ഏലിയൻ ഉണർന്നല്ലോ. ഇയാൾക്ക് എന്റെ പേരും അറിയാമല്ലോ, ഹ്യൂമൻ ലാംഗ്വേജും അറിയാം. ഇത്രയും വേഗത്തിൽ പ്ലാനറ്റ് സുരാക്കയിലേക്ക് എത്തിച്ചോ? സുരാക്ക പ്ലാനറ്റോ? അപ്പൊ ഇത് എർത്ത് അല്ലേ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പറയൂ. കാരണം നീ ഏലിയൻ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്ത്? ഞാൻ എർത്തിൽ സോപ്പ് ബോക്സ് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവായിരുന്നു. സോപ്പ് ബോക്സ്? ഭൂമിയിലെ ചെറിയ ചെറിയ ഗെയിമൊക്കെ മറന്നു കളയേ. സ്പേസിലെ ഏറ്റവും വലിയ റേസിൽ പങ്കെടുക്ക്. നോ നോ, എനിക്ക് പാച്ചാവാൻ പറ്റില്ല. എനിക്ക് തിരിച്ച് എർത്തിലേക്ക് പോണം. പൊക്കോളൂ. റേസിന് ശേഷം ഈ റേസിൽ നീ പങ്കെടുത്തില്ല എങ്കിൽ തിരിച്ചൊരിക്കലും ഭൂമിയിലേക്ക് പോവില്ല. ഞാൻ പെറ്റുപോയല്ലോ. എനിക്കിപ്പോ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ. വിശപ്പോ എന്ന് വെച്ചാൽ ചാർജിങ്. ഹ്യൂമൻസിന്റെ കൂടെ താമസിച്ച് അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ? പോയി ചാർജ് ചെയ്യ്. ഞാൻ പോയി റേസ് ട്രാക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ചാർജ് ചെയ്യാനോ? ഇവിടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? നെറ്റ്വർക്ക് എവിടുന്ന് കിട്ടാനാ? നന്നായി വിശക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ഭക്ഷണം എവിടുന്ന് കിട്ടും? ഏലിയൻസ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ? കപ്പ് കേക്സ്. കപ്പ് കേക്സിന്റെ ഫേവറേറ്റ് ആണ്. ഇത് എർത്തിലുള്ള കപ്പ് കേക്കിനേക്കാൾ നല്ല ടേസ്റ്റി ആണല്ലോ. ഇത് എന്താ ഈ സംഭവിക്കുന്നത്? എന്റെ വയറ്റിൽ. ഓ നോ, അയ്യോ, ഇത് കപ്പ് കേക്ക് അല്ല, ഗ്യാസ് കേക്ക് ആണ്. അയ്യോ.
റേസ് ലോകത്തിലെ സുഹൃത്തുക്കളെ, ഇവിടെ ഇത് ആരംഭിക്കാൻ പോകുന്നു ഇന്റർ സ്കൂൾ സോപ്പ് ബോക്സ് റേസ് ചാമ്പ്യൻഷിപ്പ്. ഓ, ഇവിടെ റേസ് തുടങ്ങാൻ പോവുകയാണല്ലോ. അഭിമന്യു എവിടെയാണെന്ന് ഒരു വിവരമില്ല. എന്റെ ഗോട്ടാളി സാറേ ഒന്ന് എഴുന്നേക്ക്. ഓ എന്റെ അഭിമന്യു, സൂക്ഷിച്ച്. നീ ഇങ്ങനെയാണോ വന്നിരിക്കുന്നത്? നമ്മുടെ സോബോച്ച് കാർ എവിടെ? സോപ്പ് ബോക്സ് കാർ നിന്റെ കയ്യിലല്ലായിരുന്നോ? നേരത്തെ ഉണ്ടായത് തകർന്നു പോയില്ലേ? അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് ഇന്നത്തെ റേസിന് വേണ്ടി ഒരു പുതിയ സോബോച്ച് കാർ കൊണ്ടുവരാന്ന്? ആ അഭിമന്യു കൊടുത്ത പ്രോമിസ് ഒരിക്കലും ഈ അഭിമന്യുവിന് നടത്താൻ പറ്റില്ല. എനിക്ക് സോപ്പ് ബോക്സ് കാർ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഓ അഭിമന്യു, സോപ്പ് ബോക്സ് കാർ എവിടെ? സോപ്പ് ബോക്സ് കാർ ഇല്ലാതെ നമ്മൾ ഈ റേസിൽ എങ്ങനെ ജയിക്കുക? റേസ് ജയിക്കാൻ എന്റെ ഈ ദഹി കഴിച്ചാ മതി. ദാ ഇതൊന്ന് നീ കഴിച്ചു നോക്ക്. ബ്രെയിൻ ഒക്കെ നല്ല ശാന്തമായിട്ട് ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കും. ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും ആര്യയുടെ നാക്ക് പോലെ നീണ്ടോണ്ടിരിക്കുവാണല്ലോ. അഭിമന്യു, ഇവിടുന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ നീ ഇവിടെ വെച്ച് തന്നെ ഇല്ലാതാവും. ഈ ഹ്യൂമൻസിന്റെ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ പകുതി ഏലിയനും പകുതി ഹ്യൂമനും ആവുമല്ലോ. എനിക്ക് ആരെയും ബോഡി കാണിക്കാൻ പറ്റില്ലല്ലോ. ഐഡിയ! ആകാശത്തിലേക്ക് പോയി എന്നിട്ട് ഏലിയൻ പ്ലാനറ്റിലേക്ക് എത്തി. ബർത്ത്ഡേ ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കാൻ വന്നതാ. ഇവതയാണെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു കുമ്പാരം വരെ ഉണ്ടല്ലോ. ഇവതയും ഏലിയനോ, അതും ടീമായിട്ട്. Hey, don't move. എനിക്ക് ഭക്ഷണം വേണ്ട. റൺ അഭിമന്യു, റൺ. നിൽക്കവിടെ. നോനോ, എല്ലാ ഏലിയൻസും ഉണ്ടല്ലോ. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. മമ്മിയാണേ സത്യം. ഞാൻ സത്യമല്ലാതെ വേറെ ഒന്നും പറയില്ല. എന്റെ എല്ലാ പോക്കറ്റ് മണിയും എടുത്തോ. പ്ലീസ് എന്നെ വെറുതെ വിടണം. പ്ലീസ്. കൊണ്ടുപോകാം, പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം. എർത്തിലേക്ക് പോവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഏലിയൻ സ്പേസ് റേസിൽ പങ്കെടുക്കണം. വീണ്ടും സ്പേസ് റേസോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഹ്യൂമൻ ആണ്, ഹ്യൂമൻ. ഏലിയൻസുമായിട്ട് ഞാൻ എങ്ങനെ റേസ് ചെയ്യാനാ? നിന്റെ ഹ്യൂമൻ ബുദ്ധി ഒന്നും ഇവിടെ കാണിക്കണ്ട. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നിനക്ക് വിശക്കുന്നുണ്ടായിരുന്നല്ലേ? അപ്പൊ ഞങ്ങള് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവാ. ഇത് ഗ്യാസ് കേക്കും ഒന്നുമല്ലല്ലോ. ഏലിയൻ കേക്ക് കഴിച്ചവന്റെ കാറ്റടിച്ചു പോയെന്നാ തോന്നുന്നത്. ഇത് സേഫ് ആണ്. ഇവിടെ സ്പേസിൽ ഒരു ഏലിയൻ പോലും അറിയാൻ പാടില്ല. ഒരു ഹ്യൂമൻ സ്പേസിൽ വന്ന കാര്യം സുപ്രീമോയും അറിയാൻ പാടില്ല. എങ്ങാനും അറിഞ്ഞാലോ? അത് സുപ്രീമോയുടെ പേരിന് ദോഷം ചെയ്യും. സോങ്കയിൽ അദ്ദേഹത്തിന്റെ മാന്യത നഷ്ടപ്പെടും. പിന്നെ ഭൂമിയിലെ നമ്മുടെ ചീട്ട് കീറും. എല്ലാവർക്കും സ്വാഗതം സോപ്പ് ബോക്സ് റേസിലേക്ക്. റേസ് ഇതാ ആരംഭിക്കാൻ പോകുന്നു. സോപ്പ് ബോക്സ് റേസിന് എത്ര ഫാൻസ് ഉണ്ട് അത്ര തന്നെ പാർട്ടിസിപ്പന്റും ഇവിടെയുണ്ട്. ദാ കണ്ടില്ലേ, ചിട്ടുവും മിട്ടുവും. റിങ്കി പിങ്കി. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇയർ ചാമ്പ്യൻസ് ഡാനിയും ജാമിയും ഉണ്ട്. ഓ, നിങ്ങൾ തകർക്ക്. എല്ലാ പാർട്ടിസിപ്പൻസും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുക. ഈ അഭിമന്യു എവിടെ പോയിരിക്കുക? എല്ലാവരുടെയും കാറ് വന്നല്ലോ, നമുക്കാണെ കാറ് പോലും ഇല്ല. ഓ സോറി കേട്ടോ, ഇതാ നമ്മുടെ അവസാന പാർട്ടിസിപ്പന്റ് അഭിമന്യു. അഭിമന്യു, അഭിമന്യു, അഭിമന്യു. ഇതാ ഡിങ്കുവും അഭിമന്യുവും. ഇത് സോബോച്ച് കാർ ഒന്നുമല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് കാറാണ്. കാർ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ചാമ്പ്യൻ ഡാനി തന്നെ ആയിരിക്കും കേട്ടോ. അതൊക്കെ റേസ് ഡിസൈഡ് ചെയ്തോളും. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാന്ന് നോക്കാം. കുറച്ച് കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. ആ ശരി ശരി. സോപ്പ് ബോക്സ് റേസിനെ കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നേക്കാളും കൂടുതൽ സ്പേസ് റേസിനെ കുറിച്ച് ആലോചിച്ച് അഭിമന്യു തകർന്നിരിക്കുമായിരിക്കും. ഇത് പ്ലാനറ്റിലെ ഏലിയൻ റേസ് ആരംഭിക്കുന്നു. എല്ലാ ഏലിയൻസിനും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് കാട്രീന.
1 2 3 4 മൾട്ടിപ്പിൾ ലെഗ്സ് കൊണ്ട് കാട്രീന റേസ് ചെയ്യുന്നു. ഓപ്പണന്റിനെ എക്സിറ്റ് ഡോർ കാണിച്ചു കൊടുക്കുമോ? ഓ, ഇതാ അടുത്ത കണ്ടസ്റ്റന്റ് എത്തിച്ചേരുന്നു. ഇദ്ദേഹമാണ് അബീര. ബോഡിയേക്കാൾ വലുതാണ് അദ്ദേഹത്തിന്റെ ചെവി. ഇത് അദ്ദേഹത്തെ പറക്കാൻ സഹായിക്കുന്നു. അയ്യോ, ഒന്ന് നിർത്തണേ. ഓ ഓ ഓ ഓ, ഇതാരാണ് ബൗൺസ് ചെയ്തു വരുന്നത്? ഓ, എങ്ങോട്ട് പോയി? ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമോ അതോ ഓപ്പണന്റിനെ തോൽപ്പിക്കുമോ? ഓ ഓ ഓ ഓ എന്തെങ്കിലും സംശയമുണ്ടോ? ഓ, ഇതാ ഏലിയൻസിന്റെ പേര് കേട്ട് വിറയ്ക്കുന്ന ഞാൻ ഇന്ന് ഒരു കൂട്ടം ഏലിയൻസിന്റെ കൂടെ നിൽക്കുക. ആരാവും എന്നെ രക്ഷിക്കുക? ടെന്റിക്കൽ സ്ട്രിംഗ് സ്വാപ്പ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് അടിപൊളിയായിരിക്കുന്നു. സോപ്പ് ബോക്സ് കാറുകളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിരന്നു കഴിഞ്ഞു. ഇന്നത്തെ ദിവസമാണ് അക്കരയോ ഇക്കരയോ. ഇത് നിങ്ങളുടെ റേസ് നിങ്ങൾ അടിപൊളിയായി ചെയ്യൂ. എന്നിട്ട് കാണാം ആരാണ് ജയിക്കുന്നതെന്ന്. ഇവരെല്ലാവരും ഇന്ന് റേസ് ട്രാക്കിലൂടെ മുന്നോട്ട് പോകും. പുറകിലാകുന്നവർക്ക് സമ്മാനമില്ല. കിട്ടു പിട്ടു റിങ്കി പിങ്കി ജാനി ജാനി ടിങ്കു അഭിമന്യു. അഭിമന്യു, നമ്മുടെ കാർ സ്പീഡിൽ പോകുന്നില്ലല്ലോ, സ്ലോ ആണല്ലോ. സ്പീഡ് കൂട്ടണമെങ്കിൽ എന്റെ ടെന്റിക്കിൾസ് തന്നെ വേണം. തിങ്കു, നീ മറന്നുപോയോ ടീച്ചർ പറഞ്ഞത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇതെല്ലാം കഥയിൽ വായിക്കാൻ കൊള്ളാന്നേ ഉള്ളൂ, റിയൽ ലൈഫിൽ പറ്റില്ല. ഇന്ന് ഒരു കഥയിലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ റിയൽ ലൈഫിൽ സംഭവിക്കുന്നത്. നീ പെട്ടുപോയടാ അഭിമന്യു. ഇപ്പോൾ മുന്നിൽ ടിറ്റു പിട്ടു ആണ്. അഭിമന്യുവും ടിങ്കുവും ഏറ്റവും പുറകിലും. ഡാനിയുടെ വഴിന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ ഡാനിക്കറിയാം എങ്ങനെയാ മാറ്റേണ്ടെന്ന്. നമുക്ക് പൊടി കിട്ടിയാടോ. ഓ, ടിറ്റു പിട്ടിനേക്കാൾ ട്രാക്കിന് പുറത്തേക്ക് പോയിരിക്കുന്നു. അങ്ങനെ റേസ് ചെയ്യുന്നവർ ഔട്ടായിരിക്കുന്നു. ഒരു ടീമിന് പണി കൊടുത്തു, ഇനി നിന്റെ ഊഴം. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അവനും പോയി. ഓ, റിങ്കി പിങ്കിയുടെ കാറും പുറത്തു പോയിരിക്കുന്നു. കണ്ടില്ലേ അഭിമന്യു, ബാക്കിയെല്ലാം പാർട്ടിസിപ്പൻസും പുറത്തു പോയിരിക്കുവാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഈ റേസ് ജയിച്ചേ പറ്റൂ. എന്തെങ്കിലും ചെയ്യ്. എന്റെ അവസ്ഥ മൂലമാണ് ഞാൻ ഈ റേസിൽ ജോയിൻ ചെയ്തത്. പക്ഷെ റോങ് ചെയ്യുന്നവരെ അഭിമന്യു ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. സ്ലോ ആയ കാറിന്റെ സ്പീഡ് എങ്ങനെയാ കൂടിയത്? അഭിമന്യുവിന്റെ ടിങ്കുവിന്റെ കാർ പറക്കുകയാണ്. ഇതിലൂടെ മിക്കവാറും ലീഡും കൂടും. നിനക്ക് ഭയങ്കര ധൃതിയാണല്ലേ. അഭിമന്യു, സൂക്ഷിച്ച്. എന്നാ പിടിച്ചോ, ഇതാ. അഭിമന്യുനോട് കളിക്കുന്നു. ഇപ്പോൾ എനിക്ക് ആമയുടെയും മുയലിന്റെയും കഥയാണ് ഓർമ്മ വരുന്നത്. അഭിമന്യുവിന്റെയും ടിങ്കുവിന്റെയും കാർ ഈ റേസിൽ ഏറ്റവും പുറകിലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വെല്ലുവിളിയായി മുന്നോട്ട് കുതിക്കുന്നു. എന്തൊരു കാഴ്ച, മുന്നേറുകയാണ്. അങ്ങനെ തന്നെ. ആര്യ, നമ്മൾ ഏലിയൻ റേസ് ഗ്രൗണ്ടിലേക്ക് എന്താ പോവാത്തെ? സ്പേസ് ഷിപ്പിൽ എന്തിനാ നിക്കുന്നേ? നമ്മൾ ഇവിടെ റേസ് കാണാനല്ല, റേസിൽ പങ്കെടുക്കാനാ വന്നിരിക്കുന്നേ. എന്താ നീ പറയുന്നേ? റേസിൽ പങ്കെടുക്കുന്നത് ഹ്യൂമൻ അഭിമന്യു. അവന്റെ ഏലിയൻ ബോഡി സൂട്ട് നമ്മൾ ഇവിടെ നിന്ന് വേണം കൺട്രോൾ ചെയ്യാൻ. ആദ്യമായിട്ട് അഭിമന്യുവിന്റെ നിയന്ത്രണം എന്റെ കൈകളിലേക്ക് വരുന്നു. അഭിമന്യുവിന്റെ അല്ല, അവന്റെ ഡ്യൂപ്ലിക്കേറ്റിന്റെ. ഭൂമിയിൽ നിന്ന് നമ്മുടെ അഭിമന്യുവിന്റെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ? കുറെ നേരമായിട്ട് അവനെ കണക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ നോ റെസ്പോണ്ട്. ഇനി ഈ ഗോലി കൊണ്ടൊരു കളി കളിക്കാം. ഞങ്ങളെ തോൽപ്പിക്കുന്നത് പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചോ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അഭിമന്യുന് നല്ല പണിയാ കൊടുത്തത്. ഡാനി, മുന്നോട്ട് നോക്ക്. അവർക്ക് പണി കൊടുക്കാൻ നോക്കിട്ട് നമുക്ക് പണിയായല്ലോ. ഡാനി, അഭിമന്യു വളരെ മുന്നിലെത്തി കഴിഞ്ഞു. ഡാനിയെ തോൽപ്പിക്കുന്നത് ഇറ്റ്സ് നോട്ട് പണി. സോബോക്സ് കാറില് എഞ്ചിനൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഇത് വെറും എഞ്ചിനല്ല, ടെർബോ എഞ്ചിനാ. അതായത് നമ്മുടെ ഹിഡൻ സീക്രട്ട്. ഇനി അവർ തോറ്റിരിക്കും. ഇതോ സ്പീഡ് കുട്ടി ഡാനി മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മളെ എല്ലാരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഡാനിയും കുട്ടരും കുതിക്കുകയാണ്. എന്തൊരു കാഴ്ച!
ഡാനി ഈസ് ദ ചാമ്പ്യൻ. ഡാനിയെ തോൽപ്പിക്കുന്നത് നോട്ട് ഫണി. അഭിമന്യു കാർ നിർത്ത്. ഇനി ഈ കാർ നിൽക്കുകയല്ല, പറക്കും. ഇന്ന് ആൾക്കാരുടെ മുമ്പിൽ അഭിമന്യു ഏലിയൻ പവേഴ്സ് യൂസും ചെയ്യും, ജയിക്കുകയും ചെയ്യും. ബൈ ബൈ. അവസാനത്തെ വർഷം അഭിമന്യു അത്ഭുതകരമായി വിജയിച്ചിരിക്കുന്നു. സബാഷ് അഭിമന്യു. കണ്ടോ ഞാൻ തന്ന തൈരിന്റെ ഗുണം? തീർച്ചയായും ആന്റി തന്ന തൈര് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാരും പോയത് നന്നായി. ഈ ടെന്റിക്കൽ റിപ്പയർ മെഷീൻ എന്റെ ടെന്റിക്കൽസിനെ വീണ്ടും കാലുകളാക്കും. നിന്നെ പിടിച്ചല്ലോ. ഏലിയൻ സ്പേസ് റേസിൽ പാർട്ടിസിപ്പൻസിന് പ്ലാനറ്റ് സുറാക്കിൽ നിന്ന് ഒമേഗ വരെ റേസ് ചെയ്യണം. ഇടയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും. അതായത് പാറക്കല്ലുകളും ഗർത്തങ്ങളും ചെറിയ ഗ്രഹങ്ങളും. ഇതൊക്കെ തീരെ ചെറുതാണെന്നോ? പിന്നെ വലുത് എന്തായിരിക്കും? എല്ലാ പാർട്ടിസിപ്പൻസിനെയും ക്യാമറമാൻ ഫോളോ ചെയ്യും. ബിഗ് സോസ്. അദ്ദേഹം എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ലൈവ് ടെലികാസ്റ്റ് സ്ക്രീനിൽ കാണാം. ഈ അഭിമന്യുനെ ഇവരെന്താ അങ്ങ് വലുതാക്കി വെച്ചിരിക്കുകയാണല്ലോ. പക്ഷെ എന്റെ പേര് ബൗൺസി എന്നാണ്. ഞാൻ ശത്രുക്കളെയെല്ലാം അടിച്ച് നിലം പരിശാക്കും. പാർട്ടിസിപ്പന്റ് സ്റ്റാർട്ട് ലൈനിലേക്ക് വരൂ. ആര് ഇന്ന് ചെയ്യാൻ പോകുന്നു അഭിമന്യുന്റെ ഒറിജിനൽ കമാൻഡ് ഈ കൈകൾ കൊണ്ട്? ആദ്യമായിട്ട് ഈ റിമോട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാം തലതിരിഞ്ഞാണല്ലോ നടക്കുന്നേ. നിനക്ക് അഭിമന്യുവിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആര്യ. ഇതാ മുകളിലേക്ക് പോയതിനു ശേഷം അഭിമന്യു മുന്നോട്ട് നീങ്ങുന്നു. കണ്ടോ? സ്മാർട്ട് മൂവ്. സ്പേസ് ആണോ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതോ എനിക്കാണോ തലക്കറക്കം വരുന്നത്? ഓഹോ, ഈ റിമോട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ കണ്ണുകളെ അതിശയിപ്പിച്ചുകൊണ്ട് എല്ലാ പാർട്ടിസിപ്പൻസും പൂർണ്ണ ശക്തി എടുത്തുകൊണ്ട് റേസ് ട്രാക്കിലൂടെ പറക്കുകയാണ്. അയ്യോ, ഇത് ബൗൺസിയുടെ ബബിൾ കേക്ക്. കാതുകൾ പറക്കുന്നത് പോലെ അധീരയുടെ തലയും കറങ്ങി പറക്കുകയാണ്. കൊള്ളാലോ, ഫിനിഷ് ലൈൻ. അധീര വളരെ വേഗത്തിൽ പറന്നെത്തിയത് ഫിനിഷ് ലൈനിൽ അല്ല, സ്റ്റാർട്ടിംഗ് ലൈനിൽ. ബൗൺസി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാർ കത്രീനയുടെ എല്ലാ കാലുകളെയും ഇപ്പോൾ നശിപ്പിക്കും. ദാ പിടിച്ച ഒരു ബബിൾ കേക്ക്. കേടായ റിമോട്ട് ഹ്യൂമൻസ് ശരിയാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അഭിമന്യു ആയാലും അഭിമന്യുന്റെ ഏലിയൻ സൂട്ട് ആയാലും ആര്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അഭിമന്യു ഇതാ സ്പോട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. തികച്ചും സ്മാർട്ട് സൂപ്പർ ചാർജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതും സൂപ്പർ സ്പീഡിൽ. ഇതാണ് ഏലിയൻ പവർ എന്ന് പറയുന്നത്. തന്റെ അസാമാന്യ കഴിവ് കൊണ്ട്, സൂപ്പർ സ്പീഡ് കൊണ്ട് അഭിമന്യു ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. എനിക്ക് ചെറിയ റോക്ക് തന്നെ ധാരാളം. ഓ, അഭിമന്യു is back. That will remain back. കാരണം എന്റെ പേരാണ് ബൗൺസി. ഇനി എന്റെ ഈ ടഫ് ബോൾ നിനക്ക് നല്ല പണിയായിരിക്കും തരാൻ പോകുന്നത്. ബിഗ് സോസിന്റെ കണ്ണിൽ ഇതാ മണ്ണ് വീണിരിക്കുന്നു. ട്രാൻസ്മിഷൻ നിർത്തൂ. എല്ലാവർക്കും ഒരു ഇന്റർമിഷൻ.
അഭിമന്യു രക്ഷപ്പെട്ടു. പക്ഷെ ഇനിയില്ല. ബൗൺസി വെല്ലുവിളിക്കുന്നു. ഫയർ ബൗൺസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.